ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പാഠഭാഗത്തിലെ 31 തുടങ്ങി 35 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഹാവ് ലേൺഡ് അബൌട്ട് ഹൗ ദ എക്കണോമിക് പോളിസി ഓഫ് ബ്രിട്ടീഷ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഹെൽപ്ഡ് ടു സ്ട്രെങ്തൻ ഇന്ത്യൻ നാഷണലിസം. In this video, we are going to discuss some of the social reformers and their activities, how transport and communication helped to strengthen nationalism in India, and the formation of some political organizations. ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. So let's move on to the question answers. Question number 13. What are the major social reforming activities of Rajaram Mohan Roy? രാജാറാം മോഹൻ റോയിയുടെ പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി നിർത്തലാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ടു ഇമ്പാർട്ട് മോഡേൺ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. സ്റ്റാർട്ടഡ് എ സോഷ്യൽ റിഫോം മൂവ്മെന്റ് കോൾഡ് ബ്രഹ്മസമാജ് എന്ന പേരിൽ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഫോർട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൽസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി, ശൈശവ വിവാഹം, ബഹുഭാര്യത്വം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ആർഗ്യൂഡ് ദാറ്റ് വിമൺ ഹാവ് ദ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്, അതായത് സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഐഡലട്രി ആൻഡ് പോളിത്തിസം, അതായത് വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവാരാധനയ്ക്കും എതിരെ നിലകൊണ്ടു. നെക്സ്റ്റ് വൺ, റൈറ്റ് ഡൗൺ ദ സോഷ്യൽ റിഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ജ്യോതിറാവ് ഫൂലെ. ജ്യോതിറാവ് ഫൂലെയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, ഫോർട്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ ഹു വർ കൺസിഡേർഡ് ലോവർ കാസ്റ്റ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് ഫോർ ദ വിമൻ, അതായത് മഹാരാഷ്ട്രയിൽ താഴ്ന്ന ജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്നവരുടെ അവകാശങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി പോരാടി. നെക്സ്റ്റ് വൺ, ഫോംഡ് ആൻ ഓർഗനൈസേഷൻ നെയ്മഡ് സത്യശോധക് സമാജ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. മെയ്ഡ് എഫേർട്സ് ഫോർ വിഡോ മാരേജ് ആൻഡ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ചിൽഡ്രൻ ഓഫ് വിഡോസ്, വിധവാ വിവാഹത്തിനും വിധവകളുടെ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനും വേണ്ടി പരിശ്രമിച്ചു. എസ്റ്റാബ്ലിഷ്ഡ് മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വിമൻ ആൻഡ് ദളിറ്റ്സ്, സ്ത്രീകൾക്കും ദലിതർക്കും വേണ്ടി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ജ്യോതിറാവ് ഫൂലെ റെസ്പെക്ട്ഫുള്ളി കോൾഡ് ബൈ ദ പീപ്പിൾ ഓഫ് മഹാരാഷ്ട്ര? മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ജ്യോതിറാവ് ഫൂലെയെ ആദരപൂർവ്വം വിളിച്ചിരുന്നത് എന്താണ്? ആൻസർ മഹാത്മാ. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ ഓഫ് പണ്ഡിത രമാബായി ഇൻ സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാരങ്ങളിൽ പണ്ഡിത രമാബായി വഹിച്ച പങ്കിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫോർട്ട് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് സ്റ്റാർട്ടഡ് സെവറൽ സ്കൂൾസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് വിഡോസ് ആൻഡ് ഗേൾസ്, ശൈശവ വിവാഹത്തിനെതിരെ പോരാടുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. എസ്റ്റാബ്ലിഷ്ഡ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് ആര്യ മഹിളാ സമാജ് എന്ന പേരിൽ ഒരു സംഘടന സ്ഥാപിച്ചു. സ്റ്റാർട്ടഡ് എ ഷെൽട്ടർ കോൾഡ് ശാരദ സദൻ ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്, വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദ സദൻ എന്ന പേരിൽ ഒരു അഭയകേന്ദ്രം ആരംഭിച്ചു. സ്റ്റാർട്ടഡ് എ പ്രൊജക്ട് കോൾഡ് മുക്തി മിഷൻ ടു പ്രൊവൈഡ് വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ വിമൻ, അതായത് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. നെക്സ്റ്റ് വൺ, വാട്ട് ടൈറ്റിൽ വാസ് കൺഫേർഡ് അപ്പോൺ പണ്ഡിത രമാബായി ഇൻ റെക്കഗ്നിഷൻ ഓഫ് ഹെർ പ്രൊഫൗണ്ട് നോളേജ് ഇൻ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ? സംസ്കൃത സാഹിത്യത്തിലുള്ള അഗാധമായ അറിവിനെ അംഗീകരിച്ച് പണ്ഡിത രമാബായിക്ക് നൽകിയ പദവി എന്താണ്? ആൻസർ പണ്ഡിത. നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണലിസം? ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് ഗതാഗതവും ആശയവിനിമയവും എങ്ങനെയെല്ലാം സംഭാവന നൽകി? ആൻസർ നോക്കാം. Transport and communication facilities helped people to travel to all parts of India, communicate and understand each other. In this way, the idea of nationalism emerged and the national movement strengthened. ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും പരസ്പരം ആശയവിനിമയം നടത്താനും മനസ്സിലാക്കാനും ആളുകളെ സഹായിച്ചു. അങ്ങനെ ദേശീയത എന്ന ആശയം ഉയർന്നു വന്നു. ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടു. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് ദ ബ്രിട്ടീഷ് എക്സ്പാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വികസിപ്പിച്ചത്? ആൻസർ, ദ ബ്രിട്ടീഷ് എക്സ്പാൻഡഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ഫോർ ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് മിലിറ്ററി പർപ്പസസ്. They improved the road transport system to ease the movement of goods.
വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ചരക്കുകളുടെ നീക്കം സുഗമമാക്കുന്നതിനായി അവർ റോഡ് ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഓൾ ആർ ദ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വിച്ച് ദ ബ്രിട്ടീഷ് എക്സ്പാൻഡഡ് ഇൻ ഇന്ത്യ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വികസിപ്പിച്ച ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: റെയിൽവേസ്, പോസ്റ്റൽ സിസ്റ്റം, ടെലിഗ്രാഫ് സർവീസസ്, റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. റെയിൽവേ തപാൽ സംവിധാനം, കമ്പിത്തപാല്, റോഡ് ഗതാഗത സംവിധാനം. നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏർലി പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്? ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ആൻസർ: ദീസ് ഓർഗനൈസേഷൻസ് വെർ നോട്ട് ആൻ ഓൾ ഇന്ത്യ ബൈ നേച്ചർ. ഈ സംഘടനകൾക്ക് ഒരു അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ദെയർ ആക്ടിവിറ്റീസ് വെർ കൺഫൈൻഡ് ടു സർട്ടൻ പ്രൊവിൻസസ് ആൻഡ് ടെറിട്ടറീസ്. അവരുടെ പ്രവർത്തനങ്ങൾ ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായി ഒതുങ്ങി. സച്ച് ഓർഗനൈസേഷൻസ് ലെഡ് ബൈ ദ റിച്ച് ആൻഡ് ദ മിഡിൽ ക്ലാസ് ഫെയിൽഡ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ മാസസ് പൊളിറ്റിക്കലി. സമ്പന്നരും ഇടത്തരക്കാരും നയിച്ച അത്തരം സംഘടനകൾക്ക് ജനങ്ങളിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു. നെക്സ്റ്റ് വൺ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. ആൻസർ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഓൺ December 28, 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 രൂപീകൃതമായി. ദ ഫസ്റ്റ് മീറ്റിംഗ് വാസ് ഹെൽഡ് ഇൻ ബോംബെ വിത്ത് 72 പേഴ്സൺസ്. ആദ്യ യോഗം ബോംബെയിൽ വെച്ച് 72 പേരടങ്ങുന്നതായിരുന്നു. They were the representatives of some important organizations in different regions of India. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായിരുന്നു അവർ. അലൻ ഒക്ടേവിയൻ എ.ഒ. ഹ്യൂം വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ആയിരുന്നു. ദെൻ W.C. ബാനർജി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു W.C. ബാനർജി. നെക്സ്റ്റ് വൺ. വാട്ട് ആർ ദ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: ടു ഫോസ്റ്റർ ഫ്രണ്ട്ലി റിലേഷൻ എമംഗ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുക. ടു ഫോസ്റ്റർ ആൻഡ് സ്ട്രെങ്തൻ എ സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് പ്രൊവിൻസ്. ജാതി, മതം, പ്രവിശ്യ എന്നിവ പരിഗണിക്കാതെ ദേശീയ ഐക്യബോധം വളർത്തിയെടുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. ഫോർമുലേറ്റ് ആൻഡ് ഗീവ് ഷേപ്പ് ടു കോമൺ നീഡ്സ് ആൻഡ് പ്രസന്റ് ദം ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. ഫോം എ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഓർഗനൈസ് പീപ്പിൾ ഇൻ ദ കൺട്രി. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അലോ സെന്റേഴ്സ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ഇന്ത്യ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് ആസ് വെൽ. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. നെക്സ്റ്റ് വൺ. നെയിം ദി ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കളുടെ പേരുകൾ എഴുതുക. ആൻസർ: ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മെഹ്ത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി ആനന്ദ ചാർലു, R.C. ദത്ത് ആൻഡ് ആനന്ദ മോഹൻ ബോസ്. ഇനി പേജ് നമ്പർ 32 ഒരു ടേബിൾ ഉണ്ട്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ഫൗണ്ടേഴ്സ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥന സമാജ്, ഫൗണ്ടർ ആത്മാരാം പാണ്ഡുരംഗ്. ദെൻ ആര്യ സമാജ്, സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗാവ് മൂവ്മെൻറ്റ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി, മാഡം ബ്ലാവിഡ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ. ഹിതകാരിണി സമാജ്, വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം, E.V. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കൊടുത്തിട്ടില്ല, ടേബിൾ നോക്കി പഠിച്ചെടുക്കുക. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ പേജ് നമ്പർ 33 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഫോംഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century. അതും കൂടി നമുക്ക് നോക്കാം. ആദ്യം ടൈറ്റിൽ ഏർലി പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്. അതിൽ വരുന്നത് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജനസഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഇതിൽ ഓരോന്നിൻ്റെയും സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി കൽക്കട്ട, മദ്രാസ്, ബോംബെ. ദെൻ നാഷണൽ ലീഡേഴ്സ് ഹൂ ലെഡ് ദ മൂവ്മെൻറ്റ്സ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ ലീഡേഴ്സ് സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭയുടെ ലീഡേഴ്സ് M. വീരരാഘവാചാര്യർ, G. സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു.
ദെൻ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ്റെ ലീഡേഴ്സ് ഫിറോസ് ഷാ മേത്ത, KT തലാങ്ക്, ബദറുദ്ദീൻ ത്യാബ്ജി. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.